നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജോഗിങ് അഥവാ നിന്നിടത്തും തന്നെയുള്ള നടത്തം, ഇത് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതാണ്. ജോഗിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും പലതരം ജോഗിങ് കാണിക്കുന്നുണ്ടല്ലോ, അതെന്തിനാണെന്നുള്ളത്. അതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സന്ധികളെ അല്ലെങ്കിൽ ജോയിൻസിനെ ഏതൊക്കെ തരത്തിൽ ചലിപ്പിക്കാൻ പറ്റുമോ അതിനുള്ള പലതരത്തിലുള്ള മൂവ്മെന്റ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഇങ്ങനെ വെച്ചാലാകാം, ഇങ്ങനെ വെച്ചാലാകാം, ഇങ്ങനെ വെച്ചാലാകാം, ഇങ്ങനെ വെച്ചാലാകാം, അല്ലെങ്കിൽ കാല് ഇങ്ങനെ പൊക്കിയാലാകാം. അപ്പൊ അത് ഏതൊക്കെ തരത്തിലെ എല്ലാം കൂടി നമുക്ക് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് പല മൂവ്മെന്റ്സിനെയും നമ്മൾ പല വീഡിയോകളിലായിട്ട്, ചെറിയ ചെറിയ വീഡിയോകളിലായിട്ട്, അതായത് ഒരു 10-12 മിനിറ്റ് വീതമുള്ള വീഡിയോകളിലായിട്ട് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മൾ സ്ഥിരമായിട്ട് ഒരേ തരം വ്യായാമം ചെയ്തു വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ബോറടി ഉണ്ടാവും. അപ്പൊ ആ ബോറടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയ പുതിയ വ്യായാമങ്ങൾ, പുതിയ പുതിയ ചലനങ്ങൾ ചെയ്ത് ശീലിക്കാം. അപ്പോൾ അത് ദിവസവും നമുക്കൊരു ഇൻസ്പിറേഷൻ ആവും. അതിനുവേണ്ടിയാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വ്യായാമങ്ങൾ 3 തരത്തിലുള്ള വ്യായാമങ്ങളാണ്. ആ 3 തരത്തിലുള്ള വ്യായാമങ്ങളുടെയും ഇടയിൽ നമ്മുടെ സാധാരണ ജോഗിങ് കൂടി ഉൾപ്പെടുത്തും. ഓരോ വ്യായാമവും 30 സെക്കൻഡ് വീതം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ ഒരു വ്യായാമം സ്റ്റാർട്ട് ചെയ്ത് 30 സെക്കൻഡ് കഴിയുമ്പോൾ അടുത്തൊരെണ്ണം, അങ്ങനെ 3 ചെയ്യും. ഈ 3 തവണ റിപ്പീറ്റ് ചെയ്യുകയും കൂടി ചെയ്യും. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏകദേശം ഒരു 12 മിനിറ്റ് എന്ന് പറയുന്ന ആ ഒരു കണക്കിലെത്തുന്നത്. അപ്പൊ ഒരു ദിവസം 12 മിനിറ്റെങ്കിലും തുടർച്ചയായി വ്യായാമം ചെയ്താലേ നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാൻ തുടങ്ങുള്ളൂ. ശരീരത്തിൽ അമിതമായിട്ടിരിക്കുന്ന ഫാറ്റ് ബേൺ ചെയ്യണമെങ്കിൽ തുടർച്ചയായിട്ട് 12 മിനിറ്റെങ്കിലും ചെയ്യണം. അതാണ് ഈ 12 മിനിറ്റിന്റെ കണക്ക് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ദിവസവും നടക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ഇതല്ല, കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി 12 മിനിറ്റെങ്കിലും ചെയ്യണം. അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാം. കുറച്ച് 10 സെക്കൻഡ് വീതം റെസ്റ്റ് എടുക്കാം. ഒരുപാട് റെസ്റ്റ് എടുക്കരുത്, 10 സെക്കൻഡ് വീതമുള്ള റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വളരെ റിലാക്സ് ചെയ്ത് ചെയ്യാം. ഏത് വ്യായാമം ചെയ്യുമ്പോഴും, ഏത് ജോലി ചെയ്യുമ്പോഴും, ഏത് കാര്യം ചെയ്യുമ്പോഴും റിലാക്സ് ചെയ്ത് നമ്മുടെ മനസ്സിന് സുഖം കിട്ടുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അത് ഒരു പ്രകൃതി സത്യം മാത്രമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് സന്തോഷത്തോടെ, ശാന്തമായി, സുഖകരമായ രീതിയിൽ വ്യായാമം ചെയ്യാം. എല്ലാവരും ഇപ്പൊ തന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ മാറ്റ് റെഡി ആയിട്ട് വയ്ക്കുക, ഡ്രസ്സൊക്കെ എടുത്തിടുക. അതെല്ലാം ചെയ്ത ശേഷം മാത്രമേ ഈ വീഡിയോ തുടങ്ങാൻ പാടുള്ളൂ. അപ്പോൾ അതെല്ലാം റെഡിയാണെന്ന് കരുതുന്നു. എല്ലാം റെഡിയാക്കിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പൊ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമന്റും ഒന്ന് ഇട്ടാൽ വളരെ നന്നായിരിക്കും. അങ്ങനെ നമുക്ക് എന്നെ അല്ലെങ്കിൽ എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാവുന്ന ഒരു മാർഗം അതാണ്. ഒട്ടും ചെലവില്ലാത്ത ഒരു മാർഗം. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ചലനം ഞാൻ കാണിക്കുകയാണ്. ആദ്യത്തെ മൂവ്മെന്റ് കാണിക്കുന്നത് കാലുകൾ ഇങ്ങനെ അകത്തി വയ്ക്കുക. ആദ്യം ഞാനൊന്ന് കാണിച്ചു തരും, എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ അത് ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ. കാലുകൾ ഇങ്ങനെ വെച്ചു. ഈ കാല് ഞാൻ ഇങ്ങോട്ട് വയ്ക്കുന്നു, തിരിച്ചിങ്ങോട്ട് വയ്ക്കുന്നു. ഈ കാല് ഇങ്ങോട്ട് വയ്ക്കുന്നു, ഇങ്ങനെ കാലുകൾ അടുപ്പിക്കുന്നു, അകത്തുന്നു. ഓക്കെ. അത്ര മനസ്സിലായല്ലോ. ഇനി അതിനോടൊപ്പം കൈകളുടെ ചലനം കൂടി വേണം ഇങ്ങനെ. അതായത് കാലിങ്ങനെ അകത്തി വെച്ചിട്ട് ഈ കാല് ഇങ്ങോട്ട് വരുമ്പോൾ ഈ കൈ ഇങ്ങോട്ട് പോവുക, വീണ്ടും ഇങ്ങോട്ട് വെച്ചു, ഈ കാല് ഇങ്ങോട്ട് വയ്ക്കുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത്രയുള്ള സംഗതി, സിമ്പിൾ ആയിട്ട് 1 1 2 2 ഈ ക്രമത്തിൽ. ഈസി അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ്. ഇത് കണ്ടമാനം ഇന്റൻസീവായിട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മളെ കൊണ്ട് ആകാവുന്ന പോലെ ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സന്ധികളെ ചലിപ്പിക്കുക, നമ്മുടെ ജോയിൻസിനെ മൂവ്മെന്റ് ഉണ്ടാക്കുക, മൊബിലിറ്റി എന്ന് പറയും. ആ ഒരു മൂവ്മെന്റ് കിട്ടണം. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ ആ രക്തമടക്കമുള്ള ദ്രാവകങ്ങളുടെ ഒഴുക്ക് കറക്റ്റ് ആകുന്നത്. അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ റെഡി അല്ലേ? ഫസ്റ്റ് ഒന്നാമത്തെ സെറ്റിലെ ഒന്നാമത്തെ വ്യായാമം. ഇങ്ങനെ കാലുകൾ ഇങ്ങനെ അകത്തി വയ്ക്കുക. റെഡി? കമോൺ, എന്നോടൊപ്പം തുടങ്ങിക്കോളൂ. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5
6, 7, 8, 9, 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. 30 സെക്കൻഡായി. 30 സ്റ്റെപ്പ് നമ്മൾ വെച്ച് കഴിഞ്ഞു. അതിനുശേഷം വളരെ റിലാക്സ് ചെയ്യുക. ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക. ദീർഘ ശ്വാസം. ആ ഡീപ്പ് ബ്രീതിങ് അതാണ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതാ, മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിലൂടെ പുറത്തു വിടുക. ഇനി മൂക്കിലൂടെ എടുത്തിട്ട് മൂക്കിലൂടെ വിട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെട്ടെന്നൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് വായിലൂടെ പതുക്കെ പുറത്തേക്ക് വിടാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ കാണിച്ചില്ലേ, ശ്വാസം എടുക്കുന്നതാ. ഓക്കെ, ഇപ്പോൾ ഏകദേശം ആ ഹാർട്ട് ബീറ്റ് ഒക്കെ ഒന്ന് നോർമലായി. എല്ലാം വളരെ സാവധാനം ചെയ്താൽ, നോർമലായിട്ട് ചെയ്താൽ, ഒട്ടും തിരക്കൂടേണ്ട കാര്യമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ സെറ്റിലെ ഒന്നാമത്തെ വ്യായാമം കഴിഞ്ഞു. ഇനി ഒന്നാമത്തെ സെറ്റിലെ രണ്ടാമത്തെ വ്യായാമത്തിലേക്ക് നമുക്ക് പോവാം. ഒന്നാമത്തെ സെറ്റിലെ രണ്ടാമത്തെ വ്യായാമം അത് വളരെ സിമ്പിളാണ്. നിന്നെടുത്ത് നിന്ന് തന്നെ നടക്കുക. ഇങ്ങനെ ഇങ്ങനെ കാലിങ്ങനെ പൊക്കുക, കൈ അതനുസരിച്ച് നമ്മൾ നടക്കുന്ന പോലെ തന്നെ, ദൂരേക്ക് നടക്കുന്നില്ല എന്ന് മാത്രം, നമ്മൾ നിന്നെടുത്ത് നിന്ന് തന്നെ നടക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അത്. ഓക്കെ, സിമ്പിൾ. അപ്പോൾ 30 സെക്കൻഡ് ഞാൻ എണ്ണും, എല്ലാവരും എന്നോടൊപ്പം ചെയ്ത് കൊടുക്കുക. റെഡിയല്ലേ? കമാ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, 10 സെക്കൻഡ് റെസ്റ്റ്. ആ സമയത്ത് ദീർഘമായി ശ്വാസം എടുക്കുക. ശാന്തമായിട്ട് ഇങ്ങനെ കണ്ണടച്ചിട്ട് ശ്വാസം എടുക്കുക. ഇങ്ങനെ ഓക്കെ. അപ്പൊ ഏകദേശം 10 സെക്കൻഡായി. ഇനി നമുക്ക് ഒന്നാമത്തെ സെറ്റിലെ മൂന്നാമത്തെ വ്യായാമത്തിലേക്ക് പോകാം. റെഡിയല്ലേ? ഒന്നാമത്തെ സെറ്റിലെ മൂന്നാമത്തെ വ്യായാമം. ഓക്കെ, ഇപ്പൊ നേരത്തെ നമ്മൾ ഇങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ. അതിന് പകരം ഇവിടെ നമ്മൾ ചെയ്യുന്നത് കാലുകൾ ഇങ്ങനെ അകത്തി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. 1, 2, കൈ മുകളിലേക്ക് പൊക്കുന്നു. ഈ കാല് ഇങ്ങനെ വരുന്നതനുസരിച്ച് കൈ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങും താഴുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ അപ്പർ ഭാഗത്തിന്, അപ്പർ ബോഡിക്കുള്ള എക്സസൈസ് ആണ് ഏറ്റവും ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ ചെയ്യും. അപ്പൊ നമുക്ക് ആ ബീറ്റ് അനുസരിച്ച് ചെയ്യാം. റെഡിയല്ലേ? കമാ. കാലുകൾ ഇങ്ങനെ വെച്ചു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. വെരി ഗുഡ്. അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്കുള്ള ആ രണ്ടാമത്തെ ചെയ്തതിനെ നമ്മൾ ഇതിൽ കൂട്ടുന്നില്ല. അതായത് മെയിൻ ആയിട്ട് ചെയ്യുന്ന ഇത് ഒന്നാമത്തത്, ഇപ്പൊ ചെയ്ത ഇത് രണ്ടാമത്തത്. ഇടയ്ക്കുള്ളത് നമ്മളെ അതൊരു സ്ഥിരമാണ്, അതൊരു പെർമനന്റ് ആയ സംഗതിയാണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞു, ഇടയ്ക്കൊരു ചെറിയ ജോഗിങ് നടത്തി. ഇനി നമ്മൾ വീണ്ടും 2ന് ശേഷം ഉള്ള ജോഗിങ് ആണ് ചെയ്യാൻ പോകുന്നത്. സിമ്പിളായിട്ട് ജോഗ് ചെയ്യാം. റെഡിയല്ലേ? ആ ശ്വാസം എടുത്തോളൂ, ശ്വാസം എടുക്കുക. റെസ്റ്റ്, ആവശ്യത്തിന് റെസ്റ്റ് ആയി കഴിഞ്ഞു. 30 സെക്കൻഡ് ഞാൻ എണ്ണും, എല്ലാവരും എന്നോടൊപ്പം ചെയ്ത് കൊടുക്കാം. റെഡിയല്ലേ? കമാ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8,
9, 10, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, 10 സെക്കൻഡ് റെസ്റ്റ്. ആ സമയത്ത് ദീർഘമായി ശ്വാസം എടുക്കുക, ശാന്തമായിട്ട് ഇങ്ങനെ കണ്ണടച്ചിട്ട് ശ്വാസം എടുക്കുക. ഇങ്ങനെ ഓക്കെ. അപ്പൊ ഏകദേശം 10 സെക്കൻഡായി. ഇനി നമുക്ക് ഒന്നാമത്തെ സെറ്റിലെ മൂന്നാമത്തെ വ്യായാമത്തിലേക്ക് പോവാം. റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, ഇത്രയുള്ള സംഗതി. കാലിങ്ങനെ അകത്തി വയ്ക്കുന്നു, ഈ കാലി ഇങ്ങോട്ട് അടുപ്പിക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ മുകളിലേക്ക് പോകും. അതായത് വെറുതെ കാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് വയ്ക്കുക, അതോടൊപ്പം കൈ ഇങ്ങനെ തലയ്ക്ക് മുകളിലേക്ക് ഇങ്ങനെ വരും. സിമ്പിൾ അല്ലേ? മനസ്സിലായല്ലോ? അത് കാലിങ്ങനെ ആദ്യം ചലിപ്പിക്കുക, എന്നിട്ട് അതോടൊപ്പം കൈയും കൂടി ഇങ്ങനെ ചലിപ്പിക്കുക. അപ്പൊ നമ്മുടെ ഈ വശങ്ങളിലുള്ള ഫാറ്റൊക്കെ കുറയാനും കൈക്കൊക്കെ നല്ല കരുത്ത് കിട്ടാനും വളരെ നല്ലതാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്തുകൊണ്ട് ചെയ്യാം. റെഡി? കമാ. യെസ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. വെരി ഗുഡ്. ഒരു റൗണ്ട് അല്ലെങ്കിൽ ഒരു സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഒന്ന് അതിനിടയ്ക്ക് ഒരു നടത്തം നടന്നു, വീണ്ടും ഒരെണ്ണം ചെയ്തു, വീണ്ടും ഒരു നടത്തം നടന്നു, ഇപ്പം മൂന്നാമത്തെ. അങ്ങനെ പ്രധാനപ്പെട്ട 3 വ്യായാമങ്ങൾ നമ്മൾ ചെയ്തു. അതിനിടയിലുള്ള ജോഗിങ്ങും മറന്നു പോകരുത്. ഇതെല്ലാം ഈ വീഡിയോ നോക്കി തന്നെ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു സെറ്റ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സെറ്റിലേക്ക് നമ്മൾ പോകാം. രണ്ടാമത്തെ സെറ്റിലേക്ക് പോകുമ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. ആദ്യം ചെയ്ത 3 കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നു. റെഡി അല്ലേ? ഓക്കെ, കാലുകൾ ഇങ്ങനെ അകത്ത് വയ്ക്കുക. ഒന്നാമത്തെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, വീണ്ടും ആ റിലാക്സേഷൻ കൊണ്ടുള്ള ഡീപ്പായിട്ടുള്ള ബ്രീത്ത് എടുക്കുക. ഓക്കെ, അപ്പോൾ ജോഗിങ് നമ്മുടെ സാധാരണ ഇങ്ങനെയുള്ള ജോഗിങ്. ഒന്നാമത്തെ മെയിൻ എക്സസൈസ് കഴിഞ്ഞു, ഡീപ് ബ്രീത്ത് എടുത്തു, ജോഗ് ചെയ്യാണ്. റെഡി അല്ലേ? കമോൺ. ഓക്കെ, യെസ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. സിമ്പിൾ. ആ ശ്വാസഗതി ഒന്ന് നേരെ ആകുന്നത് വരെ റിലാക്സ് ചെയ്യുക. ആ റിലാക്സ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക. ഈ ഡീപ്പായിട്ടുള്ള ബ്രീത്ത് എടുക്കൽ വളരെ വളരെ പ്രധാനമാണ്. അത് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. വളരെ ഈസി ആയിട്ട് എടുക്കുക ഡീപ്പായിട്ട്. ഓക്കെ അല്ലേ? റെഡി? ശ്വാസം എടുത്ത് തുടങ്ങുക. ഈസി ആയിട്ട് ചെയ്യുക. ചിലർക്കൊരു ധാരണയുണ്ട്, ഇത് നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് എക്സസൈസ് ചെയ്താലേ നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യുന്നുള്ളതാണ്. തെറ്റാണത്.
ഈ ഇടയ്ക്ക് ബ്രീത്ത് എടുത്ത് റെസ്റ്റ് കൊടുക്കുക തന്നെ വേണം, എങ്കിലേ ആ ഫാറ്റ് ബേൺ ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? റെഡി. രണ്ടാമത്തെ സെറ്റിലെ ഒന്നാമത്തെ വ്യായാമം കഴിഞ്ഞു, ആ ജോഗ് ചെയ്തു. ഇനി രണ്ടാമത്തെ വ്യായാമം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇത് ഇങ്ങനെ കൈ മുകളിലേക്ക് ഇങ്ങനെ പൊക്കുക, കൈ രണ്ട് വശത്തേക്കും ഇങ്ങനെ ഇങ്ങനെ പൊക്കുക, രണ്ട് കൈ ഒരുമിച്ച് ഒരു വശത്തേക്കായിട്ട്. റെഡി അല്ലേ? ചെയ്യാം. കമോ. 1 യെസ് 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. Come on. 10 9 8 7 6 5 4 3 2 1. ഈസി ആയിട്ട് നിൽക്കുക, റിലാക്സ് ചെയ്യുക, ബ്രീത്ത് ചെയ്യുക. ഇവിടെയല്ലേ? വളരെ കൂളായി. ഓക്കെ, ഇനി അടുത്ത വ്യായാമത്തിലേക്ക് പോകാം. മൂന്നാമത്തെ വ്യായാമം ഓർക്കണ്ടല്ലോ. ഇങ്ങനെ കൈ തലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുപോയത് ഓർക്കുന്നില്ലേ? അതാണ് രണ്ടാമത്തെ സെറ്റിലെ ലാസ്റ്റ് വ്യായാമം. റെഡിയല്ലേ? കാമോ, എന്നോടൊപ്പം ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. കഴിഞ്ഞു. രണ്ടാമത്തെ സെറ്റിലെ മൂന്നാമത്തെ വ്യായാമവും ചെയ്തു കഴിഞ്ഞു. ഇവിടെയല്ലേ? ഓക്കെ. അപ്പൊ വീണ്ടും ആ ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക, റിലാക്സ് ചെയ്യാം. ഓക്കെ, 2 സെറ്റ് കഴിഞ്ഞു. മൂന്നാമത്തെ സെറ്റിലേക്ക്, ലാസ്റ്റ് സെറ്റിലേക്ക് കിടക്കാണ്. ലാസ്റ്റ് സെറ്റിലെ ഒന്നാമത്തെ വ്യായാമം ഓർമ്മയുണ്ടല്ലോ? ഇത് ഇങ്ങനെ കൈ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വീശുന്ന പോലെ. റെഡി അല്ലേ? ചെയ്യാം. കമോ. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. കമോ. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞു. അപ്പോ മൂന്നാമത്തെ സെറ്റിലെ ഒന്നാമത്തെ വ്യായാമം കഴിഞ്ഞു. അതിനുശേഷമുള്ള വർക്കുണ്ടല്ലോ സാധാരണ ജോഗിങ് ആണ്. അപ്പൊ ആ ജോഗിങ്ങിന് മുമ്പ് ഡീപ് ബ്രീത്ത് എടുക്കുക, ദീർഘമായി ശ്വാസം എടുക്കുക, യാതൊരു മടിയും കാണിക്കരുത്, നന്നായിട്ട് ചെയ്യാം. ഓക്കെ, റെഡി? റിലാക്സ് ആയി. ഇനി ആ ജോഗിങ്, സാധാരണ നമ്മുടെ ജോഗിങ്. ഓക്കെ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതെല്ലാം ചെയ്തു തന്നെ പോകണം മുന്നോട്ട്. ഓക്കെ, റെഡി? കമോൺ, ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. അത് കഴിഞ്ഞു. വീണ്ടും ഡീപ് ബ്രീത്ത് എടുക്കുക, നനങ്ങാതെ നിൽക്കുക, ശ്വാസം എടുക്കുക.
ഓക്കെ, മൂന്നാമത്തെ സെറ്റിലെ രണ്ടാമത്തെ എക്സസൈസ് ചെയ്യാം. ഓർമ്മയുണ്ടല്ലോ, ഇങ്ങനെ കൈ മുകളിലേക്ക് തൂക്കുക, നമ്മുടെ അപ്പർ ബോഡിയിലെ ഫാറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള. റെഡി, ചെയ്യാം. കമ എന്നോടൊപ്പം. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. Come on. 10 9 8 7 6 5 4 3 2 1. റെസ്റ്റ് കൊടുക്കുക, ബ്രീത്ത് എടുക്കുക, നന്നായിട്ട് ബ്രീത്ത് എടുക്കുക. ഇങ്ങനെ വളരെ കൂളായി ജോഗ് ചെയ്യാം. ആ 30 സെക്കൻഡ് ജോഗ്. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 10 9 8 7 6 5 4 3 2 1. Come on. ഈ സെറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ സെറ്റിലെ മൂന്നാമത്തെ വ്യായാമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഡീപ്പ് ബ്രീത്ത് എടുക്കണം. ഓക്കെ, റൈറ്റ്. ശ്വാസം എടുത്ത് തുടങ്ങുക. ഓക്കെ, അപ്പോ മൂന്നാമത്തെ സെറ്റിലെ ലാസ്റ്റ് എക്സസൈസ് ചെയ്യാം. ഓർമ്മയുണ്ടല്ലോ ഇങ്ങനെ ഇത് ചെയ്തത്? ഇങ്ങനെ റെഡി അല്ലേ? കം. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 10 9 8 7 6 5 4 3 2 1. ഫിനിഷ്ഡ്. വെൽ ഡൺ. കഴിഞ്ഞിട്ടില്ല. ഈ ജോഗിങ്ങിന് ശേഷം ചെറുതായിട്ടൊരു സ്ട്രെച്ച് ചെയ്യണം. നമ്മുടെ സന്ധികളൊക്കെ ഒന്ന് അയച്ചിടുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ട്രെച്ചിങ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള. കാലുകൾ രണ്ടും ഇങ്ങനെ അകത്തി വയ്ക്കുക. ഈ വലത് കാൽപാദം വലതുവശത്തേക്ക് വയ്ക്കുക. ഓക്കെ, വലത് കാൽമുട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ വലത് കൈ തന്നെ ആ തുടയിൽ കൊണ്ടുവയ്ക്കുക. ഈ കൈ മുന്നോട്ട് ഇങ്ങനെ നീട്ടി പിടിക്കുക. ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക. ഈ കൈ ചുരുട്ടി നോക്കുക. 10 9 8 7 6 5 4 3 2 1. 10 സെക്കൻഡ്. ആ കൈ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. തിരിച്ച് ഇവിടെ പിടിക്കുക. ഈ കാലിങ്ങനെ വയ്ക്കുക. ഈ കൈത്തണ്ട അവിടെ കൊടുക്കുക. വലത് കൈക്ക് ചുരുട്ടി നിർത്തുക. 10 9 8 7 6 5 4 3 1. പതിയെ നേരെ വരും. സാവധാനം അങ്ങനെ നിൽക്കുക. ഒന്ന് നിലത്തിരിക്കുക. നിലത്തിരുന്നിട്ട് സുഖകരമായ രീതിയിൽ, ഏറ്റവും സുഖകരമായ രീതി അതാണ്. അങ്ങനെ ഇരിക്കുക. ഒന്ന് കണ്ണടച്ചിരിക്കുക. റിലാക്സ് ചെയ്യുക. ഓക്കെ, പതുക്കെ റിലീസ് ചെയ്യുക. എന്നിട്ട് സാധാരണ നമ്മുടെ ജീവിതത്തിലേക്ക് പോവുക. ഓക്കെ, എല്ലാവരും ഇത് നന്നായിട്ട് തന്നെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും തുടർച്ചയായി നന്നായിട്ട് ചെയ്യാനുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.